ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ചെറുപയർ കറി ഉണ്ടാക്കിയാലോ. ചോറിൻ്റെയും പുട്ടിൻ്റെയും ദോശയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചെറുപയർ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുപയർ നമ്മൾ ഒരുപാട് സഹായിക്കും. അപ്പോൾ അതുവഴി നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിലും നമ്മളെ ഒത്തിരി സഹായിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ഒരു കുക്കറിലോട്ട് 1/4 കപ്പ് ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വൃത്തിയായിട്ട് കഴുകി അരിച്ചെടുത്തുകൊണ്ട് വരാമേ. ഇതിലൊക്കെ ഒരുപാട് കല്ലൊക്കെ കാണും, അപ്പോൾ കഴുകി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കഴുകി ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ടൊരു 3-4 ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പയറെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെളുത്തുള്ളി ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് 5 വിസിൽ, എൻ്റെ കുക്കറിൽ 5 വിസിൽ അടിക്കുമ്പോഴാണ് പയർ വെന്ത് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ കുക്കറിൻ്റെ വിസിലൊക്കെ അനുസരിച്ച് വേവൊക്കെ അനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചത് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റാണ്. അപ്പം നിങ്ങളുടെ കുക്കറിൽ എത്ര കപ്പ് വെള്ളം ഒഴിച്ചാലാണ് വേവുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ 5 വിസിലൊക്കെ അടിച്ച് എൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഞാൻ എടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകമായിരുന്നു. പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ പയറൊക്കെ ഒന്ന് ഉടച്ചെടുക്കുവാണേ. അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഒരുപാട് അങ്ങ് ഉടയ്ക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവേ. ഒരുപാട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് ലൂസിലുള്ളൊരു കറിയല്ല വെക്കുന്നത്, കുറച്ച് കുറുകിയ കറിയാണ്. നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ റിച്ചായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം മതി. കുറച്ച് കുറുകിയതായിട്ടാണ് വെച്ചേക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് 1/4 സ്പൂൺ ജീരകവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് 3-4 ഉണക്കമുളക് ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് ചുമന്നുള്ളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചുമന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ആദ്യം നമ്മൾ പയർ വേവിക്കാൻ നേരം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 2 പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമുള്ള കറിയല്ല, ഒരു കുറുകിയ കറിയാണ്. ഇരിക്കും തോറും ഇത് കുറുകി വരും. അന്നേരം നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി, പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. ഇതിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ തിളപ്പിക്കുകയൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് ലൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ ചെറുപയറൊക്കെ അതിന് നമ്മളെ ഒരുപാട് സഹായിക്കുന്നൊരു ഫുഡാണ്. നിങ്ങൾക്ക് ചെറുപയർ ഇങ്ങനെ കറി വെച്ചോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് പുഴുങ്ങിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഈ കറി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പുട്ടോ അപ്പമോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ പയറെടുത്ത അളവിൽ 1 കപ്പ് ചെറുപയർ കറി കഴിച്ചുകൊണ്ടും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡിൽ ചെറുപയറൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ നല്ലതാണ് നമുക്ക്. അപ്പം ഈ അടിപൊളി ടേസ്റ്റുള്ള കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.